നമസ്കാരം. ഇന്ന് വിശേഷങ്ങളായാലോ? സന്ദർശിച്ചപ്പോൾ ഭിന്നശേഷിക്കാർക്ക് ലഭിക്കുന്ന സൗകര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. ആദ്യം പോയത് അബുദാബിയിലെ ഷെയ്ഖ് സയദ് ഗ്രാൻഡ് മോസ്ക് സെൻറ്ററിലായിരുന്നു. അവിടെ വലിയ തിരക്കിനിടയിൽ പ്രത്യേക എൻട്രിയും വീൽ ചെയർ കയറ്റാൻ പാകത്തിലുള്ള ഇലക്ട്രിക് ബഗ്ഗിയും ഒക്കെ ലഭിച്ചു. കാഴ്ചകളൊക്കെ കണ്ട് പിന്നീട് പോയത് അബുദാബി സ്ഥിതി ചെയ്യുന്ന യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൻ്റെ പ്രസിഡൻഷ്യൽ കൊട്ടാരത്തിലേക്കാണ്. അവിടെ ടിക്കറ്റ് കൗണ്ടറിലുള്ള എമറാത്തി സ്ത്രീ എന്നെ കണ്ട മാത്രയിൽ ടിക്കറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇളവ് ചെയ്തു തരാമെന്ന് പറഞ്ഞു. കൂടാതെ സാധാരണയായി ടിക്കറ്റ് കൗണ്ടറിൽ നിന്നും പാലസിലേക്ക് ബസ്സിലാണ് പോവാറ്. എന്നോട് ബസ്സിൽ കയറാൻ പറ്റുമോ, അല്ലെങ്കിൽ വേണ്ട, നിങ്ങൾക്ക് ഞാൻ പ്രത്യേക ഇലക്ട്രിക് ബഗ്ഗി അറേഞ്ച് ചെയ്തു തരാമെന്ന് പറഞ്ഞ് ഇലക്ട്രിക് ബഗ്ഗിയും അറേഞ്ച് ചെയ്തു തന്നു. അബുദാബിയിലെ ഡെസേർട്ട് സഫാരിയും കഴിഞ്ഞ് പിന്നെ നേരെ പോയത് ദുബായിലേക്കാണ്. ദുബായിലെ ഫ്യൂച്ചർ മ്യൂസിയം, മിറാക്കിൾ ഗാർഡൻ, അങ്ങനെ ഒട്ടുമിക്ക സ്ഥലങ്ങളും സന്ദർശിക്കുകയുണ്ടായി. ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള എല്ലാ സ്ഥലത്തും ഡിസേബിൾഡായ ആൾക്കാർക്ക് എൻട്രി ഫ്രീ ആണ്. കൂടാതെ കൂടെ വരുന്ന ആൾക്കാർക്കും ഫ്രീ ആണ്. നമ്മുടെ നാട്ടിൽ ചോദിക്കുന്നത് പോലെ പാസ് കിട്ടാൻ ആ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോവുക, ഈ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോവുക, അങ്ങനത്തെ പരിപാടിയൊന്നും അവിടെയില്ല. നമ്മളെ കണ്ടാൽ മാത്രം മതിയാവും. സഫാരി പാർക്കിലെ ടോയ് ട്രെയിനുകളിൽ പോലും ഹൈഡ്രോളിക് വീൽ ചെയർ ലിഫ്റ്റുകളുണ്ട്. അതുപോലെ തന്നെ ട്രെയിൻഡ് ആയിട്ടുള്ള ജോലിക്കാർ. ഇവിടുത്തെ പൊതുഗതാഗത സംവിധാനങ്ങൾ, പ്രത്യേകിച്ച് മെട്രോയും ബസ്സുകളും ഭിന്നശേഷി സൗഹൃദമാണ്. വീൽ ചെയർ ഉപയോഗിക്കുന്നവർക്ക് എളുപ്പത്തിൽ പ്രവേശിക്കാനും പുറത്തിറങ്ങാനും കഴിയുന്ന റാമ്പുകളും വിശാലമായ ഇടങ്ങളുമുണ്ട്. കൂടാതെ ഭിന്നശേഷിക്കാർക്കായി പ്രത്യേക പരിശീലനം ലഭിച്ച ജീവനക്കാരും സഹായത്തിനുണ്ടാകും. ടാക്സി സർവീസുകളിലും പ്രത്യേക പരിഗണനയുണ്ട്. വീൽ ചെയർ ആക്സസ് ചെയ്യാവുന്ന വാഹനങ്ങൾ ആവശ്യാനുസരണം ലഭ്യമാണ്. എല്ലാ പൊതുസ്ഥലങ്ങളിലും, മാളുകളിലും, വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും ഭിന്നശേഷിക്കാർക്കായി പ്രത്യേകം പാർക്കിംഗ് സ്ലോട്ടുകൾ ഒരുക്കിയിട്ടുണ്ട്. മാത്രമല്ല, ഈ പാർക്കിംഗ് സ്ഥലങ്ങൾ ദുരുപയോഗം ചെയ്യുന്നത് തടയാൻ കർശനമായ നിയമങ്ങളും പിഴകളുമുണ്ട്. ഇത് ഭിന്നശേഷിക്കാർക്ക് എപ്പോഴും പാർക്കിംഗ് സൗകര്യം ഉറപ്പാക്കുന്നു. ദുബായിൽ എന്നെ ഏറ്റവും ആകർഷിച്ച സൗകര്യങ്ങളിലൊന്ന് ബീച്ചുകളിലേക്കുള്ള ഇൻ്റർലോക്ക് പാതകളായിരുന്നു. ഇത് വെറുമൊരു പാതയല്ല, മറിച്ച് എല്ലാവർക്കും കടൽ തീരം പ്രാപ്യമാക്കുക എന്ന ദുബായിയുടെ ഉൾക്കൊള്ളൽ സമീപനത്തിൻ്റെ മനോഹരമായ ഒരു ഉദാഹരണം കൂടിയാണ്. ദുബായിൽ എന്നെ അത്ഭുതപ്പെടുത്തിയ മറ്റൊരു കാര്യമാണ് അവർ പീപ്പിൾ ഓഫ് ഡിറ്റർമിനേഷൻ എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. ഈ വാക്ക് എന്നെ വല്ലാതെ സ്വാധീനിച്ചു. ഇത് കേവലം ഡിസബിലിറ്റിയുടെ പരിമിതികളെക്കുറിച്ചോ സഹതാപങ്ങളെക്കുറിച്ചോ അല്ല സംസാരിക്കുന്നത്, മറിച്ച് ഒരു വ്യക്തിയുടെ കഴിവുകളെയും സാധ്യതകളെയും ഉയർത്തിപ്പിടിക്കുന്ന ഒരു സമീപനമാണിത്. ദുബായ് നൽകുന്ന മാതൃക മറ്റ് നഗരങ്ങൾക്കും, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിനും ഉൾക്കൊള്ളാൻ സാധിക്കണം. ഭിന്നശേഷിക്കാർക്ക് പൂർണ്ണമായും ജീവിക്കാൻ കഴിയുന്ന ഒരു സമൂഹം കെട്ടിപ്പടുക്കാൻ നമുക്കിത് പ്രചോദനമാകട്ടെ.